ആമസോണിൻ്റെ പ്രൈം ഡേയ്സ് ഇന്ന് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4, 5, 6 3 ദിവസങ്ങളായിട്ടാണ് ഈ ഒരു ഓഫർ നിൽക്കുന്നത്. ഈ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും സ്മാർട്ട് ഫോൺസിന് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യം തന്നെ ഐഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ആകെ 2 iPhone 70 Pro Maxന് മാത്രം ഓഫറൊക്കെ വരുന്നുള്ളൂ. അതിൽ iPhone 70 Pro ആണെങ്കിൽ 1,12,900 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലും ഇതേ ഓഫറിൽ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണോ, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം, ആമസോൺ ആണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാം. പിന്നെ ആ ഒരു നിങ്ങളുടെ ഏത് കാർഡാണോ യൂസ് ചെയ്യുന്നത് ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വില കുറയുള്ളൂ കേട്ടോ. എന്തായാലും നൈസായിട്ടുള്ള ഓഫറാണ്. പിന്നെ ഏറ്റവും ദി ബെസ്റ്റ് ഓഫർ എന്നൊക്കെ പറയാലോ, എല്ലാ വർഷം വരാറുള്ളത് തന്നെയാണ്. സാംസങ്ങിൻ്റെ S25 Ultra കഴിഞ്ഞ പ്രീവിയസ് ജനറേഷൻ മോഡലാണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 84,999 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. എല്ലാ വർഷവും ഈ ഒരു റേഞ്ചിൽ തന്നെ അൾട്ര മോഡൽ വരാറുണ്ട്. ഇനി അടുത്ത വർഷമാണെങ്കിൽ ഇപ്പോൾ S26 Ultra ആ ഒരു പ്രൈസിന് കിട്ടും. സോ ആ പ്രൈസിന് ഒന്നും പറയാനില്ല, ദി ബെസ്റ്റ് മോഡലാണ്. സോ സാംസങ് എന്ന ബ്രാൻഡും ഉണ്ട്. സോ അത്രയധികം നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാട്ടോ. പിന്നെ സാംസങ്ങിൻ്റെ M56 എന്നൊരു മോഡലും ഓഫറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഓഫറിലാണെങ്കിൽ 23,499 രൂപക്കാണ് ഈ ഒരു ഫോൺ കിട്ടുന്നത്. സോ സാംസങ്ങിനൊക്കെ തന്നെ ഫോൺ ആ പ്രൈസ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ബെസ്റ്റ് ആയ ഡീലാണ്. പിന്നെ സാംസങ്ങിൻ്റെ A56നും ഈ ഒരു ടൈമിൽ ഓഫറൊക്കെ വരുന്നുണ്ട്. 31,000 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. ആ പ്രൈസിന് എന്തായാലും ഒരു സാംസങ്ങിൻ്റെ A സീരീസുമായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റാണ്. സാംസങ് എന്ന ബ്രാൻഡ് നോക്കുമ്പോൾ മാത്രമാണ് പറയുന്നത്, അതർവൈസ് വേറെ ഒരുപാട് ബ്രാൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി OnePlusലേക്ക് വന്നു കഴിഞ്ഞാൽ OnePlusൻ്റെ 13 ആണെന്നുള്ള അടിപൊളി ഓഫറൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഫോണായിരുന്നു. ഇപ്രാവശ്യം ഈ ഒരു ഓഫറിലാണെങ്കിൽ 50,000 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് കേട്ടോ. സോ അത്യാവശ്യം നൈസായിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുന്നുണ്ട്. സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. പിന്നെ OnePlusൻ്റെ 15R ഈ ഒരു ടൈമിൽ ഓഫറൊക്കെ വരുന്നുണ്ട്. 49,000 രൂപക്കാണ് ഈ ഒരു ഫോൺ ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. അതും അത്യാവശ്യം നൈസായ ഡിവൈസ് ആണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OnePlusൻ്റെ 15 ഇറങ്ങിയത് 73 ആ റേഞ്ചിലാണെങ്കിൽ ഇതിന് പിന്നീട് വില കൂടി നല്ലവണ്ണം. പക്ഷെ ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 82,000 രൂപക്കാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. സോ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും പൈസ എന്തായാലും കൊടുക്കണം, പഴയ പോലെയല്ല. പിന്നീട് OnePlusൻ്റെ 13S പ്രീവിയസ് ജനറേഷൻ ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ നല്ല കോമ്പാക്ട് സൈസാണ്, അടിപൊളിയായുള്ള സെറ്റാണ്, ഒരുപാട് പേര് വാങ്ങിച്ചതാണ്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 47,000 രൂപക്കാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. ആ പ്രൈസിന് എന്തായാലും ഈ ഒരു ഫോൺ അടിപൊളിയാട്ടോ. പിന്നെ OnePlusൻ്റെ Nord 6 40,000 രൂപക്കാണ് ആദ്യം ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. പിന്നീട് ഈ ഒരു ഫോൺ നല്ലോണം വില കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ഓഫറിൽ 40,000 രൂപക്ക് തന്നെ ഈ ഒരു മോഡൽ കിട്ടുമ്പോൾ അത്യാവശ്യം അടിപൊളിയാട്ടോ. ഞാൻ എല്ലാ ബെസ്റ്റ് ഫോൺസിൻ്റെ വീഡിയോയിലൊക്കെ ഈ ഒരു ഫോൺ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ എന്തായാലും ആ പ്രൈസിനെ വെച്ച് നല്ല ബെസ്റ്റ് ഓൾറൗണ്ട് ആയിട്ടുള്ള ഡിവൈസ് ആട്ടോ. പിന്നെ OnePlusൻ്റെ Nord CE6 ഇതിൻ്റെ കുറച്ചും കൂടെ കുഞ്ഞിനായിട്ടുള്ള മോഡലാണ്. ഇതും ഈ ഒരു ഓഫർ ടൈമിൽ 30,000 രൂപ കിട്ടുന്നുണ്ട്. ഇറങ്ങിയതും ഈ പ്രൈസിനാണെങ്കിൽ പിന്നീട് വില കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ആ ഒരു പഴയ പ്രൈസ് തന്നെ ഈ ഒരു മോഡലും കിട്ടുന്നുണ്ട്. പിന്നെ iQOOയുടെ 15 ദി ബെസ്റ്റ് ഈ ഒരു കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഫോണാണ്. ഇറങ്ങിയത് 72 ആ റേഞ്ചിലാണെങ്കിൽ പിന്നീട് ഈ ഒരു ഫോൺ വില കൂട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 72,000 രൂപ ആ ഒരു പഴയ പ്രൈസ് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള ഫോൺ ആട്ടോ. ഇപ്പോൾ ഉള്ളതിൽ ആൻഡ്രോയിഡിൽ വെച്ച് ഏറ്റവും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. പിന്നെ iQOOയുടെ Neo 10 ഇപ്പോഴും ഇറങ്ങിയിട്ട് ഒരുപാട് നാളാണെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് മോഡലാട്ടോ. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 39,000 രൂപക്കാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത്. ആ റേഞ്ചിൽ നല്ല പെർഫോമൻസ് ഈ ഒരു ഫോണൊക്കെ എന്തായാലും വരുന്നുണ്ട്. പിന്നെ iQOOയുടെ 15R ഈ ഒരു ഓഫറിലാണെങ്കിൽ 46,000 രൂപക്കാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത് കേട്ടോ. ആ റേഞ്ചിൽ ഈ ഒരു ഫോൺ ആദ്യം ഇറങ്ങി 45,000 രൂപ റേഞ്ചിലാണ്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നീട് വില കൂടി. അപ്പോൾ ഇപ്പം ഈ ഒരു പ്രൈസിന് കിട്ടുമ്പോൾ നൈസാണ്. പിന്നീട് വില കുറഞ്ഞ ലെവലിലേക്ക് വന്ന് iQOOയുടെ Z11X ഈ ഒരു ഓഫറിൽ വരുന്നുണ്ട് കേട്ടോ. ആദ്യം 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിലും പിന്നെ 23,000 രൂപക്കാണ് നോർമൽ ഈ ഒരു ഫോൺ സെയിൽ ചെയ്യാറുള്ളത്. ഇപ്പം ഈ ഒരു ഓഫറിലാണെങ്കിൽ 21,000 രൂപയ്ക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഫോണിനകത്ത് ആകെയുള്ള കുറവ് IPS LCD ഡിസ്പ്ലേ ആണ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ലെവലൊക്കെ തന്നെ ഈ ഒരു പ്രൈസിനെ വെച്ച് നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കിട്ടുന്നൊരു മോഡലാട്ടോ. അപ്പോൾ ഇത്രയും ഫോൺസിനാണ് ആമസോണിൽ നല്ല അടിപൊളിയായുള്ള ഓഫറൊക്കെ വരുന്നത്. പിന്നെ നോക്കി കണ്ട് മാത്രം വാങ്ങാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. സോ സൈനിങ് ഓഫ്, ബൈ.